കാന്താരിയൊക്കെ പോയല്ല. എന്താ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഇവിടുന്ന് കേട്ടത്? ഓ, അതൊന്നും പറയണ്ട. ഞാൻ എൻ്റെ പരിഷ്കാരി മരുമോളായിട്ട് ഒന്ന് കോർത്തതാണ്. അയ്യോ, അതെന്ത് പറ്റി ചേച്ചി? അവളാണെങ്കിലേ അവൻ അങ്ങോട്ട് പണിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറുമ്പേക്ക് ഇവള് തുണി മാറി നിൽക്കും. എന്നിട്ട് വാ ചേട്ടാ പോവാന്നും പറഞ്ഞ ചെക്കനൊന്ന് കുണ്ടി കുത്തിക്കൂല. എന്നിട്ട് വിളിച്ചുകൊണ്ട് പോകും. വന്നത് രാത്രി പാതിരാത്രി ആവുമ്പോ വല്ലൊക്കെ എവിടെയെങ്കിലൊക്കെ ഈ ഫോണിൽ തോണ്ടണ ഫോണിലാണ്ടല്ല, അതിനകത്ത് കണ്ടിട്ട് പല സ്ഥലത്ത് പോയി തിന്നും. എന്നിട്ട് വരും രാത്രി ആവുമ്പോ. അന്ന് ഇത്തിരി നേരത്തെ അവര് വന്നു, അതാണ് പ്രശ്നമായത്. ആഹാ, നേരത്തെ എത്തിയതിന് എന്തിനാണ് ചേച്ചി പ്രശ്നം ഉണ്ടാക്കിയത്? അയ്യോ, നേരത്തെ എത്തിയതിന് പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ല, അവളാ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഉള്ള മരുമക്കൾക്കൊക്കെ ഭയങ്കര ഗമയാണ്. ഓ, എന്റെ വീട്ടിലുണ്ടായിരുന്നല്ലോ ഒരെണ്ണം. ഓ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അല്ല, ഇവളെന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ഞാനൊന്ന് അവളുടെ മുറി കയറി കുറച്ച് എന്തോ സാധനം നോക്കാൻ വേണ്ടി ഒന്ന് കയറി. അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ വീടല്ലേ, എന്റെ മുറികളല്ലേ, ഒന്ന് എനിക്ക് ഒന്ന് ഇടക്കൊന്നെങ്കിലും കയറണ്ടേ ആ മുറിയില്. ആ ബെസ്റ്റ്. അവളില്ലാത്തപ്പോ തന്നെ കയറി പരിശോധിക്കണം. ഇതാദ്യായിട്ടൊന്നല്ലെന്ന് എനിക്കറിയാം. നിന്നോടായതുകൊണ്ട് പറയാല്ല, ഇതാദ്യത്തെ സംഭവം അല്ല. എനിക്ക് തോന്നി. അല്ലെങ്കിലും മരുമക്കള് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ അലമാരിയും ബാഗൊക്കെ ഒന്ന് പരിശോധിച്ചില്ലെങ്കിൽ അത് പിന്നെ അമ്മായിയമ്മ ആവോ? ആ, അതന്നെ. എന്നിട്ട് അവള് കയറി വന്നിട്ട് മുഴുവനായിട്ട് പറ. എന്നിട്ട് മോളെ, ഇത് ഞാനാണ്. എന്താ ഇവിടെ? അതെന്ത് ചോദ്യമാണ് മോളെ? ഇതെന്റെ വീടല്ലേ, എനിക്ക് എവിടെ വേണമെങ്കിലും കയറി നടന്നൂടെ? ശരിയാണ്, ഇത് നിങ്ങളുടെ വീടായിരിക്കും, പക്ഷെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന മുറിയാണ്. അപ്പൊ ഈ മുറി പരിശോധിക്കണമെങ്കിൽ എന്റെയും കൂടെ അനുവാദം വേണം. അമ്പോ, നീ ആരാടി? നിന്റെ അനുവാദം ചോദിച്ചിട്ടുണ്ടോ ഞാൻ ഈ വീട്ടിൽ നടക്കാൻ? അമ്മേ, ഞാൻ പറഞ്ഞല്ല, അമ്മക്ക് ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും നടക്കാം, പക്ഷെ ഈ മുറി പരിശോധിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണം. എടാ മോനെ, ഇത് കേട്ടില്ലടാ. പിന്നെ കരച്ചിലായി, ഇടിയായി, ബഹളായി, ബഹളത്തോട് ബഹളായി. ആര്? അവളാ? ഞാൻ? ആ ബെസ്റ്റ്. എന്തൊക്കെ പറഞ്ഞിട്ടേ പണ്ടത്തെ പോലെ എന്നെ എന്റെ മോൻ വിശ്വസിക്കണില്ല കോമളം. അവരുടെ പ്രേമ വിവാഹമല്ലേ? ആ, അപ്പൊ പണ്ടേ അവള് കൈവശം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നിന്നെ എങ്ങനെയാണ് അവൻ അനുസരിക്കണത്? പണ്ടൊക്കെ പുറത്തോട്ട് പോകുമ്പോഴേ അനുവാദം ചോദിച്ചിട്ടേ അവൻ പുറത്തോട്ട് പോവുള്ളായിരുന്നു. അച്ഛനോടും ചോദിക്കും, എന്നോടും ചോദിക്കും. ഇപ്പോഴാണെങ്കിലേ പോയി വന്നാ പോലും മിണ്ടണില്ല. എപ്പോഴും മുറി അടച്ചിട്ട് ഇരിപ്പാണോ ശ്യാമളെ അവര്? ആ, അതെ അതെ. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നേരത്തും നിങ്ങളെല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കാറില്ലല്ല? ഇല്ല ഇല്ല. ഇപ്പോഴാണെങ്കിൽ സ്ഥിരം അവളുടെ വീട്ടിലോട്ട് പോകലായിരിക്കൂലേ? ആ, അതെ അതെ. ഇടക്കെങ്കിലും നിനക്ക് അവൻ കുറച്ച് പൈസയൊക്കെ തന്നിരുന്നല്ലേ, അതില്ലാതായില്ലേ? ആയി. എന്റെ കോമളം, നീ വല്ല ജ്യോതിഷവും പഠിച്ചാ എങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറയണ്? അമ്പട പുളുസോ, ഇതൊക്കെ മനസ്സിലാക്കാൻ ജ്യോതിഷമൊന്നും പഠിക്കണ്ട. ഇത് തന്നെയല്ലേ എൻ്റെ വീട്ടിലും നടന്നത്. കുറേ നാൾ ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ച് വാടക വീട്ടിലോട്ട് പോയി. വിളയത് ഒരെണ്ണുണ്ട്, അതുകൊണ്ട് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തിനാണ്? കുടുംബത്തിൽ നമ്മളെ നോക്കാൻ ഒരുത്തം വേണ്ടേ? ആ, അപ്പടിയാ. അപ്പടിതാ. അവന്റെ കല്യാണം ഇത്രയും പെട്ടെന്ന് നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അല്ലേ പ്രേമം പൊട്ടി മുളച്ചത്. അവന് പിന്നെ 27 വയസ്സെങ്കിലും ആയിരുന്നില്ലേ? എൻ്റെ മോൻ പ്രേമം മൂത്ത് കെട്ടിയത് 22ാമത്തെ വയസ്സിൽ. അലുവേതാണ് ഉലുവേതാന്ന് അറിഞ്ഞുകൂടാത്ത പ്രായത്തില്. അതായിരിക്കും അവന് പിറ്റേ കൊല്ലം കൊച്ചായത്. അതെല്ലാം എൻ്റെ മരുമോള് കൊടുത്ത കൈവശത്തിന്റെ പുറത്ത് സംഭവിച്ചു പോണാടി. എൻ്റെ മോനൊരു പഞ്ചഭാവമാണ്. അവന്റെ ഭാര്യ 3ാമത് പ്രസവിക്കാൻ പോയേക്കല്ലേ? അതെ അതെ.
അമ്മേ. ഓ, ഇവിടെ ഇരുന്ന മുട്ട കാണില്ലമ്മേ. അതവിടെ തന്നെ ഉണ്ടാവും, അല്ലാതെ എവിടെ പോവാൻ? മുട്ടക്ക് കൈയും കാലും ഒന്നും ഇല്ലല്ല. ഇവിടെ ഒന്നും ഇല്ലെന്നേ, അതാ ഞാൻ ചോദിച്ചത്. മോള് പറയണേട്ട അമ്മ മുട്ട എടുത്ത പോലെയാണല്ല. ആ, അത് തന്നെ. അതിന് ഞാൻ പറഞ്ഞില്ല അമ്മ എടുത്തുന്ന്. പറയണ കേട്ടാ തന്നെ അറിയാല്ല അമ്മ എടുത്തത് തന്നെയാണെന്ന്. ഇതുപോലെയാണ് കോമളെ, ഇവിടെ ആവശ്യമില്ലാത്തതിനും ഓൺലൈനും ഒക്കെ എന്നെ കുറ്റം അങ്ങോട്ട് പറയും. ചേട്ടൻ രാവിലെ ചോറിന് മുട്ട വറുത്ത് കൊടുത്തപ്പോ 2 മുട്ട അവിടെ ഇരിക്കണുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. കാണാതായാലും അത് ചോദിക്കാൻ പാടുണ്ടോ മോളെ? 2 മുട്ടയുടെ കേസല്ലേ, അതിനൊക്കെ അമ്മായിയമ്മയോട് തല്ലുപിടിക്കാന്ന് വെച്ചാല്. എന്റെ ചേച്ചി അതിന് ആരാണ് തല്ലുപിടിച്ചത് എവിടെയെന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. കണ്ടില്ലെങ്കിൽ അത് പറഞ്ഞാ ഇവള് ശരിയല്ലട്ട ശ്യാമള ചേച്ചി, സൂക്ഷിച്ചോ, അല്ലെങ്കിൽ അടുത്ത സൈനിക ജോലി ഇവളായിരിക്കും. അയ്യോ, നീ ഇത്രക്ക് പാവായി പോയല്ലോ. എന്നോടെങ്ങാനായിരിക്കണം. ഒരു തവണയെ മുട്ടയുടെ കാര്യം, നിസാര കാര്യം ചോദിക്കൂ, പിന്നെ ചോദിക്കാൻ അവളുണ്ടാവൂല. നീ അറിഞ്ഞില്ലേ, കുറച്ചു ദിവസം മുന്നേ അവളുടെ അച്ഛന് വയ്യാണ്ടായി. 2 പേരും അവിടെ ഇരുന്ന്. 2 ദിവസം മുന്നാണ് ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ ഒറ്റക്കാന്നുള്ള വിചാരമൊന്നും അവനില്ലേ. ആ, ആരോ പറയണത് കേട്ട്. എല്ലാത്തിനും അവൻ തന്നെ പൈസ മുടക്കേണ്ട വരും. വല്ല ഭാഗ്യമുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്ന അന്നേ പറഞ്ഞാണ്. അപ്പൊ അന്നേരം എന്റെ വാക്ക് കേട്ടില്ല. വലിയ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയെന്നും ഒരുപാട് പൈസയൊക്കെ വേണ്ടി വന്നു തങ്കമണി ചേച്ചി പറയണ കേട്ടായിരുന്നു. ആ ചേച്ചി അവളുടെ വീടിന്റെ അടുത്താണല്ലോ താമസിക്കുന്നത്. ആ, പൈസയെ കൊടുക്കാൻ എന്റെ മോനുണ്ടല്ല, അവൻ രാവും പോലും കഷ്ടപ്പെടണാണ്. പിന്നെ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി അവളുടെ അച്ഛനെ അഡ്മിറ്റ് ആവാല്ല. അതെ, അമ്മയുടെ മോന്റെ പൈസ കൊണ്ടൊന്നല്ല എന്റെ അച്ഛനെ ചികിത്സിച്ചത്. എന്റെ അച്ഛനെ വീട്ടിലെ എല്ലാവരുടെ പേരിലും അച്ഛന്റെ പേരിലൊക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് ആയിട്ട് 1 രൂപ പോലും കൊടുക്കാതെ ചികിത്സിച്ച് പോരാനും പറ്റി. ഹെൽത്ത് ഇൻഷുറൻസോ? അതെന്താ മോളെ, അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ? അതിനിപ്പോ മാസം 400-500 രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാനുകളുണ്ട്. 1 കോടി രൂപ വരെ കവറേജ് കിട്ടണം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അത്രേ ഉള്ള. അപ്പൊ അത് എവിടെ നിന്ന് എടുത്തേ മോളെ? ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണി QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളൊക്കെ നോക്കി നമുക്ക് പറ്റാവുന്ന ഒരു പോളിസി എടുത്തു വെക്ക്. പിന്നെ ഇപ്പോ GST ഇല്ലാത്തതുകൊണ്ട് മുൻപ് 10 ലക്ഷം രൂപക്ക് പോളിസിക്ക് കൊടുത്തിരുന്ന പൈസ കൊണ്ട് 20 ലക്ഷം വരെയുള്ള കവറേജ് കിട്ടുന്ന പോളിസികൾ എടുക്കാം. അതിന് പുറമെ ഇപ്പൊ എടുത്തു വെക്കുമ്പോ 25% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. ആഹാ, കൊള്ളാല്ല. അപ്പൊ എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്കും വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോയി അഡ്മിറ്റ് ആവാല്ലേ? ആന്നേ, പ്രഷറും ഷുഗറൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഉള്ളതല്ലേ. ഡയബറ്റിക്സ്, തൈറോയിഡ് ഇഷ്യൂസ്, BP, ആസ്മ, അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും 1ാമത്തെ ദിവസം മുതൽ നമുക്ക് കവറേജ് കിട്ടുന്ന പ്ലാനുകളും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. പിന്നെ ക്ലെയിം സപ്പോർട്ടൊക്കെ 30 മിനിറ്റിനുള്ളിൽ കിട്ടും. എന്റെ ആങ്ങളുടെ മോൻ ഗൾഫിലാണേ, അവനൊക്കെ എടുക്കാൻ പറ്റുമോപ്പാ? പിന്നെ പ്രവാസികൾക്കൊക്കെ പുറം നാട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും 35% വരെ ചെലവ് കുറവിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ടെന്നല്ലേ പറഞ്ഞേ. എന്തായാലും ഒരെണ്ണം എടുക്കാൻ അവനോടും പറയണം. നല്ലൊരു കാര്യമല്ലേ. എത്ര നല്ല നല്ല ആലോചന എന്റെ മോന് വന്നതാണ്. അവസാനം അവൻ ചെന്ന് പെട്ടതോ ഈ സാധനത്തിന്റെ മുന്നിൽ. എനിക്കെന്താണ് അമ്മേ കുഴപ്പം? ഞാൻ വന്നതിന് ശേഷമാണ് നിങ്ങളുടെ മോൻ നന്നായെന്നുള്ള നാട്ടുകാരൊക്കെ പറയണത്. നാട്ടുകാർക്ക് എന്താണ് ഇപ്പൊ പറയാൻ മേലാത്തത്? നാട്ടുകാര് പറയണ കേട്ടിരുന്നെങ്കിലേ ഞാൻ ഈ വീട്ടിലോട്ട് വരൂലായിരുന്നു അമ്മേ. മോളെ, അമ്മനോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഭർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയായിട്ട് കാണണ്ടേ? ആ സംസ്കാരമൊന്നും ഇവക്കില്ലടി ചേച്ചി. എനിക്ക് സംസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ ഇവരും എന്നെ അങ്ങനെയൊക്കെ കാണണ്ടേ? മോളെ, ഇത്തിരി അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ സംസാരിക്കാം. പെണ്ണല്ലേ. പെണ്ണാണെങ്കി എന്താ, ഒന്നും മിണ്ടാൻ പറ്റൂല ചേച്ചി. പിന്നെ വായിൽ നാക്കൊന്നുമില്ലെങ്കിൽ തള്ളോട് പിടിച്ചു വെക്കാൻ പറ്റൂ ചേച്ചി. കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ സംസ്കാരം ഒന്നും. ഇതാണ് ഇവളുടെ സംസ്കാരം. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ല? എപ്പോഴും എന്നെയല്ലേ കുറ്റപ്പെടുത്താറ്. ഇവളുടെ സ്വഭാവം കണ്ട. എന്റെ സംസ്കാരത്തെ പറ്റി പറയാൻ നിങ്ങൾ ആരാണ്? ഞാനേ നിങ്ങളുടെ മോനെ കല്യാണം കഴിച്ചെന്നുള്ളൂ, അല്ലാണ്ട് അടിമയായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നൊന്നുമല്ല. അമ്മായിയമ്മ പറയണ കേട്ടി അനുസരിച്ച് നിൽക്കുന്നതാണ് ഒരു യഥാർത്ഥ മരുമോളുടെ ലക്ഷണം. എനിക്ക് പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് അങ്ങനെ യഥാർത്ഥ മരുമോളാകണ്ട. എന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ല.
നിങ്ങൾ നിങ്ങളുടെ അമ്മായിമ്മ പറഞ്ഞാൽ കേൾക്കുമായിരുന്ന ആഹാ ഞാനെന്തിനാ തള്ള പറഞ്ഞാൽ കേൾക്കണം. ആഹാ അത് തന്നെ ഞാനും ചെയ്യണുള്ളൂ. മോളെ ആ കാലത്തൊക്കെ ഇവളുടെ അമ്മായിമ്മ ഭയങ്കര സാധനമായിരുന്നു. മോളുടെ അമ്മായിമ്മനെ പോലെ പാവമൊന്നായിരുന്നില്ല. ഇവളാണെങ്കിൽ എന്ത് ഫ്രീ ആയിട്ടാണ് മോളോടൊക്കെ തന്നെ പെരുമാറുന്നത്. ഇത് വല്ലാത്ത ഫ്രീ തന്നെ ചേച്ചി. ഇവരെ എന്നെ ചേട്ടനെ മേഡം വല്ലം തിരിയാൻ സമ്മതിക്കൂല. ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഇവര് ഞങ്ങളുടെ മുറി കയറി പരിശോധന തുടങ്ങും. എടി ഇതന്ന് നടന്ന പ്രശ്നത്തിന്റെ കാര്യം പറയണാണ് അവള്. ഇത് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലെന്ന് എനിക്കറിയാം. ഞാൻ വന്ന് കയറിയിട്ട് പിറ്റേ ദിവസം തുടങ്ങി ഞങ്ങളുടെ മുറി പുള്ളിക്കാരി ഞങ്ങൾ ഇറങ്ങുമ്പോൾ പരിശോധിക്കുന്നുണ്ട്. എനിക്കതറിയാം, ഞാൻ പിന്നെ പറയാത്താണ്. എനിക്ക് തന്നെ മനസ്സിലായതാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊരു വലിയ പ്രശ്നമാക്കണ്ടല്ലോ എന്ന് ഓർത്താൽ ഞാൻ മിണ്ടാതിരുന്നത്. അതെ ഇത് എൻ്റെ പേരിലുള്ള വീടാടി. അപ്പൊ എനിക്ക് ഏത് മുറിയിലും കയറി പരിശോധിക്കാൻ വിടാം. ഇനി ആ അവകാശം കൊണ്ടേ ആ മുറി കയറി പരിശോധിക്കാൻ വരണ്ട. പരിശോധിക്കാൻ വന്നതിന്റെ തനി സ്വരൂപം നിങ്ങൾ കാണും. ഓ നിന്റെ സ്വഭാവവും തനി സ്വരൂപവും ഒക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഈ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഞാനും എൻ്റെ മോനും. പിന്നെ ഇതിൽ കൂടുതൽ എന്ത് കാണാൻ? ദേ തൊള്ളേ, എൻ്റെ അമ്മനേക്കാളും മൂത്താളെന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ നിങ്ങളുടെ മേത്ത് കൈവെക്കാത്തതിനെ കൊണ്ട് അതും കൂടി ചെയ്യിപ്പിക്കരുതിട്ടാ. നീ അതല്ല അതിന്റെ അപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാടി. മതി ശ്യാമള ചേച്ചി, അത് വിട്ടുകളാ. എന്നാലും മോളെ അമ്മനോട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുതിട്ടാ. ഭർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞാ ഇത്തിരി ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ? ഇവർക്ക് ഭർത്താവിന്റെ അച്ഛനായാലെന്ത് അമ്മ ആയാലെന്ത്. ഭാഗ്യം എന്റെ കെട്ടിയവൻ ഇതൊന്നും കാണാണ്ട് നേരത്തെ അങ്ങോട്ട് പോയതല്ല, അതും പറഞ്ഞു വിട്ടല്ലേ. അതൊക്കെ എനിക്കറിയാം. എന്തറിയാ? അമ്മയല്ലേ പടക്കം പൊട്ടിച്ച് പേടിപ്പിച്ച് അച്ഛനെ കൊന്നത്. എന്റെ തമ്പുരാനെ ഈ പറയണത് കേട്ടില്ലേ? ഞാൻ പടക്കം എറിഞ്ഞ് പുള്ളിനെ കൊന്നെന്ന്. ഞാനൊരു പടക്കം ഒരു ആഗ്രഹത്തിന് കത്തിച്ചിട്ട് അങ്ങോട്ട് എറിഞ്ഞപ്പോ പുള്ളി ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയവനെ ഞാൻ കണ്ടില്ല. അന്നേരം പെട്ടെന്ന് പുള്ളി പേടിച്ച് ചത്തോന്നല്ലാണ്ട് ഞാൻ കൊന്നോന്നല്ല. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതി. അല്ല ഇതൊക്കെ അന്വേഷിക്കാനും പറയാനും നീ ആരാണ് ഇവിടുത്തെ? അയ്യോ നിങ്ങക്ക് അറിഞ്ഞൂടെ? നിങ്ങളുടെ മോനെ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാലും നീ പറയണ്ട. അത് ഇവിടെ എല്ലാവർക്കും അറിയണം അല്ലേടി? ഇപ്പൊ പൊട്ടും, ഇപ്പൊ അടി പൊട്ടും. എന്തറിയാന്ന്? അവന്റെ തലയിലായതാണെന്ന്. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ല ഇതെടുത്ത് ഞാൻ എറിയും. ആഹാ അത്ര ധൈര്യം നിനക്കുണ്ടെങ്കിൽ എറിയടി. കാണട്ടെ ഞാൻ എറിയടി. ആണോ? അന്ന ഇന്ന പിടിക്കുന്നല്ലേ. മിസ്സാകൂടി നിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ? എന്നാ ഇത് പിടിച്ചു. എന്താ ഇവിടെ? എന്താ പ്രശ്നം? മോനെ വെറുതെ ഇവളെന്നോട് ഇങ്ങനെ തല്ലുടിക്കാൻ തന്നെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞുണ്ട്. അയ്യോ ചേട്ടാ ഞാനൊന്നും പറഞ്ഞില്ല. രാവിലെ തുടങ്ങി അമ്മയാണ് എന്നോട് തല്ലുടിക്കാൻ വന്നത്. മതി നിർത്തിക്കോ. രണ്ടിനുള്ളാണ് ചെറിയ എന്തെങ്കിലും കാര്യം പറഞ്ഞ് രാവിലെ തുടങ്ങി തല്ലുടിക്കണത്. മനുഷ്യന് സ്വസ്ഥ സമാധാനം തരും വീട്ടില്. ഇനിമേല ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായ ദൈവത്താണേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ രണ്ടും കൂടി ഒരുമിച്ച് ജീവിച്ചോണം ഇവിടെ. ഇത് നിങ്ങൾക്കുള്ള എന്റെ അവസാന വാണിങ്ങാണ് കേട്ടാ. അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവളെ ഞാൻ എന്തായാലും കല്യാണം കഴിച്ച് ഇനി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എത്ര കാലം ഇവിടെ ഉണ്ട് അത്രയും കാലം ഇവള് ഇവിടെ ഉണ്ടാവും. മനസ്സിലായ? പിന്നെ നിന്നോടായിട്ടൊരു കാര്യം പറയാം. നിന്നെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് എനിക്ക് എന്റെ അമ്മേനെ ഉപേക്ഷിക്കാനോ കൊണ്ട കളയാനോ പറ്റൂല. അതുകൊണ്ട് നിനക്ക് എന്റെ അമ്മനെയും എന്നെയും സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിക്ക്. അത്രേ ഉള്ളൂ. അല്ല ആരാണ് അവിടെ ഇരിക്കണ? അത് കോമളാണ് മോനെ അപ്പുറത്തെ. ഞാൻ പറഞ്ഞതാണ് അവിടെ ഇരിക്കണ്ട ഇങ്ങോട്ട് കേറിയിരിക്കാൻ. പക്ഷെ പുള്ളിക്ക് എനിക്ക് പുറത്തിരിക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നതാ. ഓ പുറത്തിരുന്നിട്ട് എന്റെ ജീവനെങ്കിലും കിട്ടി. അകത്തെങ്ങാനിരുന്നെങ്കിൽ എന്റെ ജീവൻ അങ്ങോട്ട് എത്തിയേനെ. ഇനി രണ്ടുപേരോടും കൂടിയായിട്ടൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ രണ്ടുപേരും വേണ്ടെങ്കിൽ ഇവിടെ നിന്ന് എവിടെയെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോ. ഞാൻ കൊണ്ടാക്കാം. രണ്ടുപേരും യുദ്ധം വെട്ടിയിട്ട് ഇവിടെ രണ്ടടുക്കളയാക്കാം. അല്ലെങ്കിൽ തല്ലുപിടിച്ച് മുന്നോട്ട് പോവാന്നാ വിചാരിക്കണ്ട. ഞാനത് സമ്മതിച്ചു തരൂല. അയ്യോ മോനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ല. ഞങ്ങള് സ്നേഹമായിട്ട് മുന്നോട്ട് പോയിക്കോളാം.
ചട്ടിയും കലൊക്കെ ആവുമ്പോ തട്ടിയും മുട്ടിയല്ലേ ഇരിക്കുള്ളൂ മോനെ. സ്നേഹക്കുറവൊന്നുമില്ല അല്ലേ മോളെ? ആ പിന്നല്ലാതെ എന്തൊക്കെ പ്രശ്നം തന്നെ ഉണ്ടാക്കിയാലും അമ്മ എന്ന് പറഞ്ഞ എന്റെ പൊന്നമ്മയാണ് ചേട്ടാ. ആ അതെ അതെ അമ്മേ, നമുക്ക് പച്ചയും ഇടാട്ടാ. ഞാനും പച്ച ചുരിദാറിന്റെ അമ്മ പച്ച സാരി എടുക്ക്. ആ ശരി മോളെ. ഓ കോമളെ, നീ പോയിട്ട് പിന്നെ വാ, പിന്നെ സംസാരിക്കാം. എന്തു പറ്റി നിന്റെ മുഖത്തൊക്കെ ഒരു പരിക്കുമല്ലോ? ഹോസ്പിറ്റലിൽ ചിലപ്പോ പോകണ്ട പറ്റൂട്ടാ. ശരി എന്നാ. ഓ ആയിക്കോട്ടെ. ഒന്നും മാറൂല്ല ഇതുപോലെ. വെറുതെ ആ കുടുംബത്തെക്കാരി ഇരുന്നാ മതിയായിരുന്നു. ആവശ്യമില്ലാതെ ഇവിടെ വന്നിരുന്നു ഇവരുടെ ഇടയില്. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു. ചോരയാണത്. ഹലോ, ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ.